വെൽക്കം ടു ഹൗസ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എഴുതുമ്പോൾ അതിലെ ഒരു അക്ഷരം മാറിപ്പോയാൽ അർത്ഥം തന്നെ മാറിപ്പോകുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സ്റ്റേഷനറി. സ്റ്റേഷനറിക്ക് എൻ കഴിഞ്ഞാൽ അവിടെ എ ആണോ വെക്കേണ്ടത്, ഇ ആണോ വെക്കുന്നത്, പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു എൻ കഴിഞ്ഞ് എ എഴുതിയാൽ ചലനമില്ലാത്തത്, മാറ്റമില്ലാത്തത് അർത്ഥം. പക്ഷേ ഇ എഴുതിയാൽ പെന്ന്, പെൻസിൽ, റബ്ബർ ഇവ വാങ്ങാൻ കിട്ടുന്ന ഷോപ്പിനെയാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. നമ്മൾ വാങ്ങാൻ പോകുന്ന കടയിൽ നിന്ന് പെന്ന്, പെൻസിൽ, റബ്ബർ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിലും ഇ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റേഷനറിക്ക് ഇ ആണ് വെക്കേണ്ടത് മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ടായാൽ അർത്ഥവ്യത്യാസം വരുന്ന ഒരു വാക്കാണ് കറണ്ട്. കറണ്ടിൽ CURRENT എഴുതിയാൽ അതിനെ ഉണക്കമുതിരിയായിട്ടും CURRENT എഴുതിയാൽ അതിനെ വൈദ്യുതിയും ആയിട്ടാണ് പറയുക. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ആകുന്ന വേറെ വാക്കാണ് പ്രേ. പ്രേ എന്ന് പ്രാർത്ഥിക്കുക, PRAY പ്രാർത്ഥിക്കുക. ഇര എന്ന് പറയാൻ PREY ഇര എന്നാണ് അർത്ഥമാക്കുന്നത്.